ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. നമുക്ക് മൊത്തം വിചാരമാണ് ഇല്ലേ? ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടരുത് എന്ന് പറയുമ്പോഴും നമുക്ക് മൊത്തം വിചാരമാണ്, ആകുലതയാണ്. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എന്ന് പറഞ്ഞത് വെറുതെ അല്ല. ഈ വിചാരങ്ങളും ടെൻഷനൊക്കെ പോകണമെങ്കിൽ ചില കാര്യങ്ങൾ കൂടി ചെയ്യണം. എല്ലാറ്റിലും, നമ്മുടെ എല്ലാ കാര്യങ്ങളിലും പ്രാർത്ഥനയോടെ, അപേക്ഷയോടുകൂടെ, സ്തോത്രത്തോടുകൂടെ നമ്മുടെ ആവശ്യങ്ങൾ ആരെ അറിയിക്കണം? ദൈവത്തെ അറിയിക്കണം. മനുഷ്യനെ അറിയിക്കണമെന്നല്ല. മനുഷ്യനോടല്ല പറയേണ്ടത്, മനുഷ്യനല്ല അറിയിക്കേണ്ടത്, ദൈവത്തെ അറിയിക്കുക. ദൈവത്തോട് പറയുക. എങ്ങനെ പറയണം? പ്രാർത്ഥനയോടെ, അപേക്ഷയോടുകൂടെ, സ്തോത്രത്തോടുകൂടി അറിയിക്കണം. അപ്പൊ ടെൻഷൻ പോകാനുള്ളൊരു മാർഗമാണ് എന്തെന്ന്? പ്രാർത്ഥന എന്ന് പറയുന്നത്. അപ്പൊ ടെൻഷനൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യുന്നറിയാമോ? വേഗം മുറിയിലേക്ക് പോയിരുന്ന് സമാധാനത്തോടിരുന്ന് എല്ലാ വിഷയവും ഹൃദയം തുറന്ന് സ്തോത്രത്തോടെ, ആരാധനയോടെ കർത്താവിനോ പ്രാർത്ഥനയെല്ലാം അറിയിക്കുക. എല്ലാ ദുഃഖങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും അറിയിക്കുക. അപ്പോൾ നമ്മുടെ എല്ലാ ടെൻഷനും പോകും. അപ്പോൾ ഇങ്ങനെ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് നമ്മൾ കാര്യങ്ങൾ അറിയിക്കുമ്പോൾ, എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. അപ്പോൾ ടെൻഷനോടുകൂടിയാണ് നമ്മൾ വന്നത്. എന്നിട്ട് കാര്യങ്ങളൊക്കെ ദൈവത്തോട് പറഞ്ഞു, തുറന്നു പറഞ്ഞു, പ്രാർത്ഥിച്ചു, എല്ലാ കാര്യങ്ങളും സങ്കടത്തോടെ കണ്ണുനീരോടെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ സകല ബുദ്ധിയും കവിയുന്ന ഒരു ദിവ്യ സമാധാനം വന്നാൽ പിന്നെ ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഉള്ളിൽ ഒരു ധൈര്യം, ഒരു ഉറപ്പ്, സകല ബുദ്ധിയും കവിയുന്ന ഒരു സമാധാനം വന്നു എന്ന് ഉറപ്പ് വന്നാൽ പിന്നെ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. ആ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. പിന്നീട് വേറെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടി വരും. ആ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. പ്രാർത്ഥന ദൈവം കേട്ടു എന്നതിൻ്റെ സിഗ്നലാണത്. നമ്മൾ വണ്ടിയുമായിട്ട് യാത്ര ചെയ്യുമ്പോൾ ട്രാഫിക് സിഗ്നൽ ഉള്ള സ്ഥലങ്ങൾ നമ്മൾ വണ്ടി സ്റ്റോപ്പ് ചെയ്തേ പറ്റൂ. റെഡ് ലൈറ്റ് കാണുകയാണെങ്കിൽ വണ്ടി മുന്നോട്ട് എടുക്കാൻ പാടില്ല. അപ്പം നമ്മൾ വെയിറ്റ് ചെയ്യണം. ഒരാൾക്ക് ക്ഷമയില്ല, റെഡ് ലൈറ്റ് അവിടെ കിടക്കട്ടെ, ഞാൻ മുന്നോട്ട് പോകും എന്ന് വിചാരിച്ച് വണ്ടി എടുത്താൽ എന്ത് സംഭവിക്കും? വണ്ടി ഇടിച്ച് തകരും, മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പൊ ഗവൺമെന്റ് തന്നിരിക്കുന്ന സിഗ്നലാണ് റെഡ് ലൈറ്റ്, പോരുത്, അവിടെ കിടന്നോളാം, ശ്രദ്ധിച്ച് കിടന്നോളാം. കുറച്ച് കഴിയുമ്പോൾ റെഡ് ലൈറ്റ് മാറും, ഗ്രീൻ ലൈറ്റായി. അപ്പോൾ സ്റ്റാർട്ടാക്കി മുന്നോട്ട് പോകാം. ഒരു കുഴപ്പമില്ല. നമുക്ക് എത്തേണ്ട ലക്ഷ്യത്തിൽ സുഖമായിട്ട് എത്താൻ പറ്റും. ഇതുപോലെയാണ് ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാതെ പ്രാർത്ഥനയോടെ, അപേക്ഷയോടെ, സ്തോത്രത്തോടുകൂടെ നമ്മുടെ എല്ലാ സങ്കടങ്ങളും, വേദനകളും, ഭാരങ്ങളും ദൈവസന്നിധിയിൽ ഇറക്കി വെക്കുമ്പോൾ സകല ബുദ്ധിയും കവിയുന്ന ഒരു ദിവ്യ സമാധാനം, ഒരു ഗ്രീൻ ലൈറ്റ് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തന്നു കഴിഞ്ഞാൽ പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല, പിന്നെ ഭാരപ്പെടേണ്ട ആവശ്യമില്ല, മുന്നോട്ട് പോകാം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്ക് ആകുലതകൾ കടന്നു വരുമ്പോൾ അത് മാറാനുള്ള മാർഗമാണ് പ്രാർത്ഥിക്കുക എന്നുള്ളത്. ശരിക്കും പ്രാർത്ഥിക്കുക. നമ്മുടെ മുറിയിൽ ചെന്നിരുന്ന് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയട്ടെ. അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകയാൽ. ഈ പ്രസംഗം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ ചിന്തിക്കും, എനിക്ക് വേണ്ടി ദൈവം എന്തെങ്കിലും കരുതിയിട്ടുണ്ടോ? കരുതിയിട്ടുണ്ട്, ദൈവം കരുതിയിട്ടുണ്ട്. നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ പലതും കരുതിയിട്ടില്ലേ? നമ്മുടെ വീടാണെങ്കിലും സ്വത്താണെങ്കിലും പണമായാലും ഇതെല്ലാം ആർക്കാണ്? അത് നമ്മുടെ ഓട്ടോമാറ്റിക് നമ്മുടെ മക്കൾക്കുള്ളതാണ്. ബൈബിൾ തിമോഥെയോസിന്റെ ലേഖനത്തിൽ പറയുന്നു, തനിക്കും വിശേഷാൽ സ്വന്തം കുടുംബക്കാർക്കും വേണ്ടി കരുതാത്തവൻ അവിശ്വാസിയേക്കാൾ
അധമനായിരിക്കുന്നു എന്നാണ്. അങ്ങനെയുള്ള കുറെ മനുഷ്യരുണ്ട്. കിട്ടുന്നതെല്ലാം സാപ്പാടടിച്ച് അതും വാങ്ങിച്ച് ഇതും വാങ്ങിച്ച് അതും ഇതൊക്കെ ചെയ്ത് ഉള്ള പൈസയൊക്കെ കളയും, മൊത്തം കളയും. എന്നിട്ട് ഒന്നുമില്ല കർത്താവേ, ദൈവമേ വഴി തുറക്കണമേ, പുത്തൻ വാഗ്ദത്തം തരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥന. കർത്താവിന്റെ വചനത്തിൽ പൗലോസ് തിമോഥെയോസിനോട് പറയുന്നത്, നമുക്ക് 100 രൂപയുള്ളോ 1000 രൂപയുള്ളോ അതിൽ നിന്നും അല്പം ചില കരുതലുകൾ നമ്മുടെ കുടുംബത്തിനു വേണ്ടി, തലമുറയ്ക്ക് വേണ്ടി കരുതുവാൻ നമുക്ക് കഴിയണം. നമുക്കങ്ങനെ കരുതുവാൻ കഴിയുന്നില്ലെങ്കിൽ അവിശ്വാസികളെക്കാളും നമ്മൾ അധമനായി മാറിയിരിക്കുന്നുവെന്നാണ്. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ പകൽക്കാലം പറയട്ടെ, നമുക്ക് വേണ്ടി, മനുഷ്യർക്ക് വേണ്ടി, ദൈവമക്കൾക്ക് വേണ്ടി ദൈവം കരുതിയിരിക്കുന്ന ദൈവമാണ്. ഒരിക്കൽ യേശുവിനും യേശുവിൻ്റെ ശിഷ്യനായ പത്രോസിനും നികുതി കൊടുക്കുവാൻ പൈസ ഇല്ലാത്തൊരു സന്ദർഭം വന്നു. റോമ ഗവൺമെന്റിന് എല്ലാവരും നികുതി കൊടുത്തേ പറ്റൂ. ഇവിടെ കയ്യിൽ പൈസ ഇല്ല. കർത്താവിൻ്റെ കയ്യിലും പൈസയില്ല, പത്രോസിന്റെ കയ്യിലും പൈസയില്ല. എന്തൊരു സ്ഥിതിയാണെന്ന് ഓർക്കണം. അപ്പൊ കർത്താവ് ഭയങ്കര ദരിദ്രനായിരുന്നു. അപ്പോസ്തലന്മാരും അതെ. ഇന്ന് നേരെ മറിച്ചാണ്. ഇന്നത്തെ അപ്പോസ്തലന്മാർ ഭയങ്കര പണക്കാരാണ്. ആ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകയാൽ. ദൈവമക്കളെ, നമ്മുടെ എല്ലാ ചിന്താകുലങ്ങളും, ആകുല ചിന്തകളും ആരുടെ മേലിടണം? കർത്താവിൻ്റെ മേല് ഇടണം. അവൻ സർവശക്തനാണ്. എല്ലാം ചുമക്കുവാൻ, നമ്മുടെ എല്ലാവരുടെ ഭാരങ്ങളും ആകുലതകളും പ്രശ്നങ്ങളും രോഗങ്ങളും പ്രതിസന്ധികളും കഷ്ടപ്പാടുകളും എല്ലാം ചുമക്കുവാൻ ശക്തനായവനാണ് നമ്മുടെ കർത്താവ്. ആ കർത്താവിന്റെ മേൽ ഇട്ടുകൊള്ളുക. ചിലരെന്ത് ചെയ്യുന്നറിയാമോ? അവരൊരു ഭാരവും അവര് കർത്താവിന്റെ മേലിടില്ല. നമ്മളൊരു കഥ കേട്ടിട്ടുണ്ട്. മനോഹരമായൊരു കഥയാണ്. ഒരു കാളവണ്ടി ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാളവണ്ടി ഫ്രീ ആണ്. സാധനങ്ങളൊക്കെ അങ്ങാടിയിൽ വിറ്റിട്ട് വീട്ടിലേക്ക് പോവുകയാണ് കാളവണ്ടിക്കാരൻ. അപ്പോൾ നോക്കിയപ്പോൾ ഒരമ്മച്ചിയും മോനും ഒരു വലിയ തലയിൽ വലിയൊരു കെട്ട്, ഭാരമുള്ളൊരു കെട്ടും പിടിച്ചുകൊണ്ട് അവര് റോഡിൽ ഇങ്ങനെ വെയിലും കൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ ഇയാൾക്ക് മനസ്സലിവ് തോന്നിയിട്ട് ഇയാൾ പറഞ്ഞു, ഏതായാലും ഞാൻ അങ്ങോട്ട് പോവുകയാണ്, നിങ്ങൾ വണ്ടി കയറിയിരിക്കാൻ പറഞ്ഞു. അങ്ങനെ കുറച്ചു നേരം മുന്നോട്ട് പോയി. ഇവരുടെ ഒച്ചയൊന്നും കേൾക്കുന്നില്ല. അപ്പൊ ഈ സംശയം തോന്നിയിട്ട് ഇയാൾ പുറകോട്ട് നോക്കിയപ്പോൾ ഈ അമ്മച്ചി മോനും ആ ഭാരമുള്ള കെട്ടുകൾ അവിടെ തലയിൽ വെച്ചുകൊണ്ട് അവരാ കാളവണ്ടി നിൽക്കുകയാണ്. വല്ല പ്രയോജനമുണ്ടോ? അവരാ കാളവണ്ടി കയറിയത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഒരു പ്രയോജനവുമില്ല. അതിലും നല്ലത് അവർ നടക്കുന്നതായിരുന്നു. ഇതാണ് പലരുടെ അവസ്ഥ. അവരുടെ ചിന്താകുലങ്ങൾ, അവരുടെ ആകുലതകൾ അവരൊരിക്കലും കർത്താവിന്റെ മേലിടില്ല. ഞാൻ ഒരു കാരണവശാലും കർത്താവിന്റെ മേലെ എല്ലാം അവസാന നിമിഷം വരെ ഞാൻ തന്നെ ചുമക്കും. അതല്ല, എല്ലാം ഇറക്കി വെക്കുക. നമ്മുടെ എല്ലാ ചിന്താകുലവും പ്രാർത്ഥനയിൽ കർത്താവിന്റെ മേൽ ഇറക്കി വെക്കുക, ഇട്ടുകൊടുക്കുക. കർത്താവ് ചുമന്നോളുന്നേ. നമുക്ക് ചുമക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ചുമന്നാൽ നമ്മൾ തളർന്നു പോകും, ഉറപ്പാണ്. കർത്താവിനതറിയാം. അതുകൊണ്ട് നമ്മൾ ചുമക്കുന്ന പരിപാടിയല്ല അവസാനിപ്പിച്ചിട്ട് കർത്താവിനെ ചുമപ്പിക്കുവാനായി ഏൽപ്പിച്ചു കൊടുക്കുക. എല്ലാം കർത്താവിന്റെ മേലിടുക. അങ്ങനെ നമ്മൾ ജീവിക്കാൻ തുടങ്ങിയാൽ, അങ്ങനെ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയാൽ, അങ്ങനെ നമ്മൾ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ, പ്രിയപ്പെട്ടവരെ,
ആകുലതകളില്ലാത്ത, സന്തോഷം നിറഞ്ഞ, പ്രത്യാശ നിറഞ്ഞ, ആരോഗ്യമുള്ള ഒരു പുതിയ ക്രിസ്തീയ ജീവിതം നമുക്കുണ്ടാകണം. ഓരോ വ്യക്തിക്കും ഉണ്ടായേ പറ്റൂ, ഓരോ കുടുംബങ്ങൾക്കും ഉണ്ടായേ പറ്റൂ. നമ്മുടെ ഓരോ വിഷയത്തെക്കുറിച്ചും ഭാരപ്പെട്ട് നമ്മൾ മുന്നോട്ട് പോകരുത്. സ്റ്റോപ്പ് ചെയ്യുക, എന്നിട്ട് ഫ്രീ ആയി ജീവിക്കാൻ തുടങ്ങുക. പ്രിയമുള്ളവരെ, നമ്മുടെ കണ്ണുകളെ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം.